കുട്ടികളിൽ കുക്കിംഗ് വാസന വളർത്താൻ വേണ്ടിയിട്ട് 3 റെസിപ്പീസ് ആയാലോ? വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 3 റെസിപ്പീസാണ്, അതും വീട്ടിൽ ബാക്കി വരുന്ന സാധനങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ബ്രെഡ് വേണം, ജാം വേണം, ഫ്രൂട്ട്സ് വേണം. എൻ്റെ കയ്യിൽ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കുറച്ച് സ്ട്രോബെറീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ജാം എടുക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും ഫ്രൂട്ടാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഏതാണ്ട് ഇങ്ങനെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് പോകുന്ന തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി. ആദ്യം 1 സ്പൂൺ ജാം എടുക്കുക. എന്നിട്ടത് ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കണേ. അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീ ചെയ്ത് ശരിയാവില്ല, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങരുത്. അപ്പോൾ അത് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കും. ഞാൻ ചെയ്താലും ശരിയാവും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വേണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അവർക്ക് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ സ്ലൈസിന് മുകളിലായിട്ട് ജാമ് പുരട്ടിയല്ലോ. ഇനി അതിന് മുകളിൽ മറ്റേ ബ്രെഡിൻ്റെ സ്ലൈസ് കൂടി വെക്കുക. പിന്നെ സാധാരണ നമ്മൾ ബ്രെഡും ജാമും കഴിക്കുമല്ലോ, അതേപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താണെന്നല്ലേ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീമാണ്. എൻ്റെ കയ്യിൽ കുറച്ച് സ്ട്രോബെറി ജാമും സ്ട്രോബെറി ഐസ്ക്രീമും സ്ട്രോബെറീസും എല്ലാം കൂടി ഒത്തു വന്നപ്പോഴാണ് ഞാൻ ഈ ഐറ്റം ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്യുകയാണേ. അങ്ങനെ ഈ സ്ട്രോബെറി ഐസ്ക്രീം കുറച്ച് നമ്മൾ അതിൽ എടുക്കുക. ഇത് നല്ല ചില്ലായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്കൂപ്പിംഗ് സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ബ്രെഡിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കും ഇത് സ്പ്രെഡ് ചെയ്യുമ്പോഴേ. കാരണം നല്ല ചില്ലായിട്ടല്ലേ ഐസ്ക്രീം ഇരിക്കുന്നത്. പക്ഷേ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷേപ്പും ഭംഗിയൊന്നും വേണ്ട. അതിന് മുകളിൽ അങ്ങ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങ് ആക്കി കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിന് മുകളിൽ സ്ട്രോബെറീസ് ഇടും. അപ്പോൾ ടോപ്പിംഗ് സ്ട്രോബെറി വരുമ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായത് കറക്റ്റായിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല, അത് കാണുമൊന്നുമില്ല, ഭംഗി കൂട്ടുകയുള്ളൂ. ഓക്കെ, കണ്ടോ സ്ട്രോബെറീസ് ഇങ്ങനെ ഇടുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഐസ്ക്രീം ഇങ്ങനെ മെൽറ്റായിട്ട് സൈഡിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ട്. ഇനി ഇത് കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ സാറേ അടിപൊളി ടേസ്റ്റാണേ. നമ്മൾ ഈ കേക്ക് കഴിക്കില്ലേ, അതായത് ക്രീമൊക്കെ വെച്ചിട്ടുള്ള കേക്ക്, അതിനേക്കാൾ ടേസ്റ്റാണ്. കാരണം ബ്രെഡിൽ മധുരം അധികമില്ല. പിന്നെ ഈ സ്ട്രോബെറിയുടെ ആ കഷ്ണങ്ങളും ജാമും അതുപോലെ ഐസ്ക്രീമിൻ്റെ തണുപ്പും ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഹെവൻലി ഫീലാണ്. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ബ്രെഡിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ജാറിൽ ചെറിയ ചെറിയ ജാറുകളിൽ നിറച്ചിട്ട് ഒരു ഡെസേർട്ട് ആക്കിയിട്ട് വലിയ വലിയ പാർട്ടികളിൽ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ സെർവ് ചെയ്യാം. അടിപൊളി ഐറ്റമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടും ചെയ്യിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ പാർട്ടീസൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഐറ്റം സക്സസ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് പായസം വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. മിക്ക വീടുകളിലും ഓരോ ഫംഗ്ഷനൊക്കെ നടന്നു കഴിഞ്ഞാലൊക്കെ മെയിനായിട്ട് നടക്കുന്നൊരു കാര്യമാണ് പായസം ഫ്രിഡ്ജിലേക്ക് വെക്കും അല്ലേ. ബാക്കി വന്ന പായസമായിരിക്കും, അതങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനിവിടെ ഈ പായസത്തിൽ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നട്ട്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ പ്രിപ്പറേഷന് ഇത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പായസം 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് പകുതി പായസം എടുത്തിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരച്ച ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പകുതി പായസമല്ലേ അതിലേക്ക് ചേർക്കാം. ഇതങ്ങ് ചേർത്ത് കഴിയുമ്പോൾ പായസത്തിൻ്റെ രൂപവും ആ രുചിയും ആ ടെക്സ്ചറും ഒക്കെ മാറും കേട്ടോ. ശരിക്കും ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് ഇളക്കുമ്പോൾ ഉള്ള ഒരു അതേ കൺസിസ്റ്റൻസി ആവും, അതേപോലത്തെ ഒരു ടേസ്റ്റും വരും. ഇത് ഇതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ പോപ്സിക്കിൾ മോൾഡിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് കഴിക്കാം. പക്ഷെ ഞാൻ വേറൊരു കാര്യമാണ് ചെയ്യുന്നത്. ആദ്യം ഈ പായസം ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നു. ഇനി അതിലേക്കൊരു സ്റ്റാറിനെ ആഡ് ചെയ്യുകയാണേ. ആരാണ് ആ സ്റ്റാർ എന്നല്ലേ? ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ കുറച്ച് എക്സ്പെൻസീവാണ് വാങ്ങുമ്പോൾ. വീട്ടിലിപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടെങ്കിൽ ഈ പായസം മിക്സിലേക്ക് ചേർത്തിട്ട് കഴിക്കുക. അതായത് സാധാരണ ഗുലാബ് ജാമുൻ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പിൽ മിക്സ് ചെയ്തിട്ടല്ലേ കഴിക്കുക. പക്ഷേ ഈ പായസത്തിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ സെർവ് ചെയ്യണം കേട്ടോ. ഒരു ബൗളിൽ കുറച്ച് പായസം, ഒരു ഗുലാബ് ജാമുൻ,
കുറച്ചുകൂടി പായസം മുകളിലേക്ക് ഒഴിക്കുക, എന്നിട്ട് കഴിക്കുക. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ, അടിപൊളിയായിട്ടുണ്ടെന്ന്. ഇതൊക്കെ നമ്മളുടെ ഒരു ഗൈഡൻസോട് കൂടി തന്നെ അവർക്ക് ചെയ്യാം. മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ ഒന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ പോരെ. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. ഇതൊരു ഈസി സ്നാക്കാണ്. രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന പഴം, അതാണ് ഇതിൽ മെയിൻ താരം. അത് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ച് വെച്ചതാണേ. അതുപോലെ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് ആ ഒരു പഴത്തിൻ്റെ മിക്സ് കൈവെള്ളയിൽ വെച്ചിട്ടിങ്ങനെ നല്ല പോലെ ഉരുട്ടിയെടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇതുപോലെ 2 എണ്ണം ചെയ്ത് വെക്കണേ. എന്നിട്ട് ഒരെണ്ണത്തിന് മുകളിലായിട്ട് ഈ തേങ്ങ ശർക്കര മിക്സ് വെച്ചിട്ട് ആദ്യം പരത്തിയ ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ഇതില്ലേ, അതുകൂടി അതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ വിരൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല പോലെ പോളിഷ് ചെയ്യാം. അപ്പോൾ നല്ല മിനുസമായിട്ട് വരും, നല്ല ഷേപ്പായിട്ട് അടിപൊളിയായിട്ട് കിട്ടുമേ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് ചേർക്കുക. ഇനി എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഓരോന്നായിട്ട് നിരത്തിയിട്ട് കുറച്ചുകൂടി മുകളിൽ ഇങ്ങനെ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്യുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമ്മളത് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഏതാണ്ട് ഉന്നക്കായയുടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ്, ഉന്നക്കായയുടെ ഫില്ലിങ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഴത്തിൻ്റെ മിക്സ് തന്നെയാണ് മെയിനായിട്ടും പുറത്തും വരുന്നത്. ഇത് തവയിലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള റെസിപ്പീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാനായിട്ട്. ഇതിൽ ലാസ്റ്റ് റെസിപ്പി ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ, തീയിലൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഗൈഡൻസ് കൊടുത്താൽ മതി, അവരതുപോലെ ചെയ്തോളും. ഒരിക്കലും അവരോട് തീയാണ് ഗ്യാസാണ് പൊള്ളും നീ മാറി നിൽക്കുക അങ്ങനെയൊന്നും പറയരുത്. അവർക്ക് അത് ചെറുതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങാനുള്ള ഒരു അവസരം നമ്മളും കൊടുക്കണം. അപ്പോൾ പിന്നെ വലുതാകുമ്പോഴേക്കും അവർ എക്സ്പേർട്ട് ആയിക്കോളും. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എല്ലാവരെയും ഒരേപോലെ ഈ ഫീൽഡിലേക്ക് ഇറക്കണം നമ്മൾ അവർക്ക് അതിനൊരു അവസരം കൊടുക്കണം. അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. ഇപ്പോൾ വെക്കേഷനൊക്കെ അതിന് പറ്റിയ സമയം. എപ്പോഴും ഈ TV കാണലും ഗെയിം കളിക്കലും ഫോൺ നോക്കലും അതുപോലെ തന്നെ കളിക്കാൻ പോകലും ഫുഡ് കഴിക്കലും ഉറങ്ങലും പിന്നെ കുറച്ച് പഠനവും അല്ലേ. വെക്കേഷൻ അത്ര കാര്യമായിട്ട് പഠനം നടക്കില്ല, എന്നാലും പഠനവും. പക്ഷെ അതിൻ്റെ കൂടെ ഇതുകൂടി ആവട്ടെ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി എന്നാൽ.